അല്ല ഇവിടെ നിങ്ങൾ ബ്ലോഗർമാർ കാരണം ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടാത്ത അവസ്ഥയായി. ഹലോ. അപ്പോൾ ഒന്ന് രണ്ട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചു, നിനക്ക് എന്ത് സുഖം എങ്ങനെ വീഡിയോയും തൂക്കി നടന്നാൽ പോലെ, ചുമ്മാ എന്നിട്ട് ഇൻസ്റ്റയിലേക്ക് ഇട്ട് നടന്നാൽ പോലെ. അങ്ങനെയല്ല, എനിക്ക് അത്യാവശ്യം സോളാറിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെയാണ്. ഇന്ന് നമ്മളിങ്ങനെ ഒരു വീട്ടിലെ 3 കിലോവാട്ടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു നല്ല മഴ അങ്ങ് പെയ്തു. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യമായിട്ട് പണിയൊന്നും നടക്കുമല്ലോ. അപ്പം തന്നെ ഫോണെടുത്ത് കറക്കി നമ്മുടെ കൂട്ടുകാരന്മാരെ വിളിച്ചു, വാടാ ഉള്ളേ പോവാം, നമുക്ക് ഒരു ചായ കുടിച്ചേക്കാന്ന് കരുതി. അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കേരള ഫുഡീസിൽ കൂടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായ ബെന്നിച്ചേട്ടൻ്റെ കടയിലേക്കാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ പരിപ്പോടെയൊക്കെ നന്നായിട്ട് വറുത്ത് കോരിയിടുക. അതിൽ നിന്ന് കോരിയിട്ടപ്പോൾ തന്നെ ഡാരിസ് പോയി ഒരെണ്ണം എടുത്ത് കടിച്ചു. അപ്പോൾ പരിപ്പോടെ പെട്ടെന്ന് തന്നെ തീർന്നു. തൊട്ട് പുറകെ ഉള്ളിയോടെ എന്തെങ്കിലും വറുത്ത് കോരിയിടുക കേട്ടോ. അപ്പോൾ ഈ ചേട്ടനാണ് അന്ന് കേരള ഫുഡിൽ ശാന്തമീ രാത്രി എന്ന പാട്ടുപാടി ഇതായത്. അല്ല ഇവിടെ നിങ്ങൾ ബ്ലോഗർമാർ കാരണം ഞങ്ങൾക്ക് ഒരു സാധനം കിട്ടാത്ത അവസ്ഥയായി. നേരത്തെ ഇവിടെ സുലഭമായിട്ട് കിട്ടായിരുന്നോ? കിട്ടുമായിരുന്നു, പിന്നെ ലാവായിരുന്നു. പരിപ്പോടില്ല, ഒന്നുമില്ല. ബെന്നിച്ചേട്ടൻ കൊടുക്കുന്ന ചായക്ക് അത്രയ്ക്ക് ആരാധകരുള്ളവരുണ്ട് കേട്ടോ, നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞേ. ഞാനും ഓർഡർ ചെയ്തു 1-2 ചായ. ബെന്നിച്ചേട്ടൻ നല്ല സൂപ്പറായിട്ട് അടിച്ചൊരു ചായ തന്നു കേട്ടോ. ഓ, ഞങ്ങളെല്ലാം കൂടി ഒന്ന് കുടിച്ചു നോക്കി. ആ മോനെ അടിപൊളി. തൊട്ടടുത്തുള്ള ആംബിയൻസ് കാര്യങ്ങളൊക്കെ ഭയങ്കര രസം കേട്ടോ. ഞങ്ങളവിടെ നിന്ന് കുടിച്ച ചായക്ക് പൈസയും കൊടുത്ത് നേരെ തിരിച്ചു പോന്നു. അങ്ങനെ ഒരു ദിവസം കൂടെ കംപ്ലീറ്റ്. താങ്ക് യു.